മെയ് 2 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ലൈറ്റനിങ് ദ ഡാർക്ക് പാസ്റ്റ്. ഇരുണ്ട ഭൂതകാലത്തിലേക്ക് പ്രകാശത്തെ ചലിപ്പിക്കുക. കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് വളരെ നിരാശയും ദുഃഖവും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞുപോയ ഭൂതങ്ങൾ നമ്മളെ ഇന്നത്തെ ദിവസം ജീവിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്നുണ്ടാകുന്ന പല കുഴപ്പങ്ങളുടെയും ആധാരമായിട്ട് കിടക്കുന്നത് നമ്മുടെ ഇരുണ്ട ഭൂതകാലമാണ്. അപ്പോൾ ആ ഇരുണ്ട ഭൂതകാലത്തെ നമ്മൾ എങ്ങനെയാണ് ശരിയാക്കുക? നമുക്ക് ഭൂതകാലത്തിലേക്ക് പോയിട്ട് ശരിയാക്കുക അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് പോവുക, ഇതൊന്നും നമുക്ക് സാധ്യമല്ല. നമുക്ക് സാധ്യമായത് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല കുഴപ്പങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ തയ്യാറായി എന്നുള്ളതാണ് നാലാമത്തെ പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം. എല്ലാത്തിനും മറ്റുള്ളവരും സാഹചര്യങ്ങളുമായിരുന്നു കുറ്റക്കാരെന്ന് പറഞ്ഞിരുന്ന എന്നെ പോലെയൊരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ഞാനല്ല, മറിച്ച് എന്നിലുള്ള കുഴപ്പങ്ങൾ. എല്ലാ കാര്യങ്ങളിലും ഞാൻ അങ്ങനെ തെറ്റ് ചെയ്ത് സ്വയം സഹതാപത്തിലായിട്ടല്ല, പക്ഷെ എൻ്റെ സ്വഭാവത്തിലെ കുറേ കുഴപ്പങ്ങളും പെരുമാറ്റ വൈകല്യങ്ങളും ഒക്കെ എനിക്ക് കുഴപ്പങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞത്. അപ്പം എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ശരിയാക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പം അത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ അതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ അറിഞ്ഞുകൊണ്ടോ ഒന്നും കാര്യമൊന്നുമില്ല. അത് ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാനത് മാറ്റാനുള്ള തയ്യാറെടുപ്പ് വരണം. ആ മാറ്റൽ എന്ന് പറയുന്നത് അത് ഒരാളോട് തുറന്നു പറച്ചിലൂടെ, അത് മാറുന്നവരെ പറയാലൊക്കെ ചില സമയങ്ങളിൽ 6ലും 7ലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് അത് മാറ്റിയെടുക്കുക, നമ്മുടെ സ്വഭാവത്തിലെ ഇരുണ്ട വശങ്ങളെ അവിടെ പ്രകാശത്തെ ചലിപ്പിക്കുക എങ്ങനെയെന്നുള്ളത് നമുക്ക് സ്പോൺസറായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കൂട്ടായ്മയിലാണെങ്കിൽ നമ്മുടെ പഴയ തെറ്റുകളൊക്കെ നമുക്ക് വെളിപ്പെടുത്താനും നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടായ മാറ്റം അത് തന്നെയാണല്ലോ ഷെയറിങ്ങിൽ പ്രധാനമായിട്ട് പറയാറുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതും ഇപ്പം എന്ത് സംഭവിച്ചു എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള ആ 3 കാര്യമാണ്. അപ്പം മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും സഹായം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് കിട്ടും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുക എന്നുള്ള ഉപദേശത്തിലല്ല ഞാൻ അവിടെ സംസാരിക്കുന്നത്. എൻ്റെ പഴയ തെറ്റുകളെ കൃത്യമായിട്ട് അത് എത്ര ഗുരുതരമാണ് എന്നുള്ള തിരിച്ചറിവ്, അത് തിരിച്ചറിയാൻ തന്നെ 4ാമത്തെ പടിയിലാണ് സാധ്യമായത്. കാരണം കടുത്ത സത്യസന്ധത പുലർത്തുക എന്നുള്ളതും എൻ്റെ തെറ്റിലേക്ക് നോക്കുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താനും അത് മുന്നോട്ട് ഞാൻ കൃത്യമായിട്ട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ മാറ്റം എനിക്ക് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ശേഷം വരുന്ന ആളുകൾക്കും പ്രയോജനം കിട്ടുക. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കുള്ള താക്കോലാണ് നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഇല്ലാത്ത അനുഭവങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നും അല്ലത്. പലപ്പോഴും കിട്ടൂല. കുറച്ചു നേരമൊക്കെ ആൾക്കാരെ കപടമായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്നല്ലാതെ റിയാലിറ്റികൾ മാത്രമേ പ്രവർത്തിക്കൂ. അത് വളരെ കൃത്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് എങ്ങനെയാണ് സഹായം കിട്ടിയിരുന്നത് എന്ന് നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, എന്താ സംഭവിച്ചത്, ഇത്തരം തെറ്റുകളൊക്കെ എനിക്കുണ്ട് എന്നുള്ളതൊന്നും കണ്ടെത്താൻ സാധ്യമായിരുന്നില്ല. അപ്പോൾ അവിടെ ആ പ്രകാശത്തെ എൻ്റെ ഇരുണ്ട ഭൂതകാലത്തിലേക്ക് തളിക്കുന്നത് ഞാൻ ഇന്ന് ഇതിനെ തുറന്നു പറയുകയും അതിൽ എൻ്റെ തെറ്റിനെ കണ്ടെത്തിയിട്ട് തിരുത്താൻ സന്നദ്ധനാവുകയും ചെയ്യലാണ്. അങ്ങനെ ആകുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം മനോഹരമായി പോകാനും അന്ന് എന്നെ ആ ഭൂതങ്ങൾ എന്നെ വന്ന് പീഡിപ്പിക്കാതിരിക്കുക, കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റുക. സ്വഭാവദൂഷ്യവും ദേഷ്യം, സങ്കടം, മറ്റ് പ്രശ്നങ്ങൾ ഇതൊക്കെ കടന്നു വരുമ്പോഴും മറ്റുള്ളവരെ പഴിക്കാണ്ടത് ഒരാളുമായിട്ട് ഏറ്റു പറയണം എന്ന ബോധ്യമാണ് 5ാം പടി പിന്നീട് തരുന്നത്. അതുകൊണ്ടാണ് 5ാമത്തെ പടി കൃത്യമായി ചെയ്ത ആളുകൾ കുടിക്കില്ല എന്ന് പഴമക്കാർ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ആളുകളെ സഹായിക്കലും ആ രീതിയിൽ തന്നെയാണ്. നമ്മൾ ആളുകളുമായിട്ട് നിരന്തരം പറയുന്നത് വെറുതെ പായാരം പറഞ്ഞ് സമയം കളയലായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ആളുകളുമായിട്ടുള്ള ഓരോ സംസാരങ്ങളും ഈ മീറ്റിങ്ങിൽ ഓരോ ഷെയറിങ്ങിലും പലതും എന്നോട് തന്നെയുള്ള പറച്ചിലുകളായിട്ട് മാറാനായിട്ട് തുടങ്ങുകയാണ്. അവിടെ ജീവിതം പ്രയോജനപ്രദമായി ജീവിക്കുക എന്ന് പറയുന്നത് ഞാൻ ആ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പുറത്തും എൻ്റേതായ പങ്കുകളൊക്കെ കൊടുത്തുകൊണ്ട് എൻ്റെ കുടുംബത്തിലും അതേപോലെ പുറത്തുള്ള ആളുകളുടെ ഇടയിലൊക്കെ ഞാനൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. എന്നെക്കൊണ്ട് പലതും കഴിയില്ല എന്ന് പറയുന്ന ആ ഭാഗങ്ങൾ എൻ്റെ കഴിവില്ലായ്മ തിരിച്ചറിഞ്ഞ് സമൂഹത്തിലെ പൗരനായിട്ട് പുനർജനിക്കപ്പെടുന്ന പരിപാടിയായിരുന്നു പ്രോഗ്രാം. ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ ആ ഭൂതകാലത്തെ തിരുത്താനുള്ള തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത് തിരുത്താൻ നമുക്ക് സാധ്യമല്ല, പക്ഷെ അതിലേക്ക് പ്രകാശത്തെ ചലിപ്പിച്ചുകൊണ്ട് അതിലെ കുഴപ്പങ്ങൾ അറിയുക എന്നതാണ് തിരുത്തായിട്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ഇന്നും അത് കടന്നു വരാതിരിക്കുക. അല്ലെങ്കിൽ ഒരു സ്വഭാവം ഇത്ര പെട്ടെന്ന് എനിക്ക് മാറ്റാൻ
ഒന്നും വരില്ല. കാരണം ആ സ്വഭാവ ദൂഷ്യങ്ങളും എൻ്റെ പെരുമാറ്റ വൈകല്യങ്ങളും ഒക്കെ അവിടങ്ങളുണ്ട്. ഞാനതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇരുണ്ട ഭൂതകാലം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എനിക്ക് പ്രയോജനപ്രദമാക്കി മാറ്റാനായി സാധ്യമാണ്. ആ മാറ്റാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആ ഭൂതകാലത്തിൽ പെട്ട് കടക്കുകയല്ല, മാറ്റമുണ്ടായിട്ടുണ്ടോ, ഉണ്ടായ മാറ്റം മാത്രം പറയുക എന്നുള്ളതാണ്. ആ മാറ്റം പറച്ചിലൂടെ എന്ത് വേണം? ഇന്ന് ഞാൻ അത്തരം സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടാവണം. അത് എല്ലാ തരത്തിലുള്ള മാറ്റമാണ്. മറ്റു മനുഷ്യരുമായിട്ടുള്ള കൂടി ചേരലുകൾ, എളിമ, സത്യസന്ധത, ഈ തുടങ്ങിയിട്ടുള്ള പല പല കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധിയാക്കി മാറ്റി നിർത്തുക, എൻ്റെ ദൈവം കളിയെ തിരിച്ചറിയുക എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളിലും ഞാൻ എത്രത്തോളം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലും, ഓരോ ദിവസവും ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങൾ പലതും കടന്നു വരുമ്പോൾ ആ പഴയ ഭൂതകാലമാണ് എന്ന ചിന്തയും ഇന്നിൽ ഞാൻ എങ്ങനെ ആ പ്രകാശത്തെ കൽപ്പിക്കണം എന്നുള്ളതാണ്, ആ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. ഒരുമിച്ചുകൊണ്ട് നമുക്ക് പറയുന്ന തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.